PM ശ്രീ പദ്ധതിയിൽ LDF-ലെ തർക്കം തീർത്തതിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ CPI അഭിനന്ദിച്ചു. MA ബേബിയുടെ നിർണായക ഇടപെടലുകൾ ഫലം കണ്ടുവന്ന ജനയുഗത്തിലെ ലേഖനത്തിൽ CPI കേന്ദ്ര സെക്രട്ടറി അംഗം K. പ്രകാശ് ബാബു എഴുതി കണ്ടു. അതേസമയം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത് CPIയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണെന്ന് പരിഹാസമുണ്ടായി. സർക്കാരിന് PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. PM ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കം അവസാനിച്ചതിന് പിന്നാലെ ജനയുഗം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയെ K. പ്രകാശ് ബാബു അഭിനന്ദിച്ചത്. MA ബേബി കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് ഉചിതമായ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. നിർണായകമായ ആ ഇടപെടലുകൾ ഫലം കണ്ടുവെന്നാണ് K. പ്രകാശ് ബാബുവിന്റെ പ്രശംസ. ധാരണാപത്രം ഒപ്പുവെച്ച വിഷയത്തിൽ ബേബി അശക്തനും നിസ്സഹായനുമാണെന്ന പ്രകാശ് ബാബുവിന്റെ പ്രതികരണം നേരത്തെ വിവാദമായിരുന്നു. അതേസമയം CPI വീണ്ടും കബളിപ്പിക്കപ്പെട്ടുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനത്തിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് പ്രിയങ്ക ഗാന്ധി MPയും രംഗത്തെത്തി. Yes, and they should decide where they stand on these things. It cannot be one foot this side and one foot the other. PM ശ്രീ പദ്ധതിയിലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും വിമർശിച്ചു. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ള ഒരു ശ്രമമാണിത്. അതേസമയം പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തനങ്ങൾ വൈകുമെന്നാണ് സൂചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.